പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗ്രീസിലെ 7 പണ്ഡിതന്മാരെ ചുറ്റിപ്പറ്റി അവരുടെ ഇടയിൽ ഏറ്റവും സുന്ദരമായ ഒരു കഥയുണ്ട്. ലോകമറിയപ്പെടുന്ന പാണ്ഡിത്യമുള്ള പ്രഗത്ഭരായ 7 മഹാന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സംഭവ കഥയാണ് ഗ്രീസിന്റെ ചരിത്രത്തെ തന്നെ അനശ്വരമാക്കി മാറ്റുന്നത്. ഒരിക്കൽ മീൻ പിടിക്കാനായി പോയ മുക്കുവന്മാർക്ക് കടലിൽ നിന്ന് ഒരു സ്വർണ്ണ തളിക ലഭിച്ചു. ആ മുക്കുവന്മാർ ഒരുമിച്ചുകൂടി ഈ സ്വർണ്ണ തളിക എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. ആ മുക്കുവന്മാരിൽ ഏറ്റവും പ്രായം ചെന്ന ഒരാൾ പറഞ്ഞു, ഗ്രീസിലെ ഏറ്റവും വലിയ പണ്ഡിതന് നമുക്ക് ഈ സ്വർണ്ണ തളിക സമ്മാനമായി കൊടുക്കാം. ആ അഭിപ്രായത്തോട് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും യോജിക്കുകയും ഗ്രീസിലെ ഏറ്റവും വലിയ പണ്ഡിതന് ആ സ്വർണ്ണ തളിക സമ്മാനിക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഏറ്റവും സുന്ദരമായ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിൽ വെച്ച് ഈ സ്വർണ്ണ തളിക താലസ് എന്ന് പറയുന്ന മഹാപണ്ഡിതന് സമ്മാനിക്കുകയാണ്. ഈ സമ്മാനം ഏറ്റുവാങ്ങിയ താലസ് എന്ന് പറയുന്ന പണ്ഡിതൻ അവിടുത്തെ സദസ്യരോടായിട്ട് പറഞ്ഞു, ഗ്രീസിൽ എന്നേക്കാൾ പണ്ഡിതനായി മറ്റൊരാളുണ്ട്. അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ ഞാനല്ല ഈ സ്വർണ്ണത്തളിക സമ്മാനമായി നേടേണ്ടത്. ഈ സമ്മാനം യഥാർത്ഥത്തിൽ സിയാസിന് കൊടുക്കേണ്ടതാണ്. എന്നേക്കാൾ പണ്ഡിത ശ്രേഷ്ഠനാണ് സിയാസ്. അങ്ങനെ മറ്റൊരു ചടങ്ങിൽ വെച്ച് താലസ് തനിക്ക് കിട്ടിയ സ്വർണ്ണ തളിക സിയാസിന് സമ്മാനമായി നൽകിക്കൊണ്ട് പറഞ്ഞു, എന്നേക്കാൾ പണ്ഡിത ശ്രേഷ്ഠനായ സിയാസിന് ഞാൻ സോമനസാൽ ഈ സമ്മാനം സമർപ്പിക്കുകയാണ്. അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം ഹർഷാരവത്തോടുകൂടെ അത് സ്വീകരിക്കുകയാണ്. അവർ താലസിന്റെ വിനയത്തെയും എളിമയെയും പ്രകീർത്തിക്കാനും തുടങ്ങി. എന്നാൽ പ്രൗഢഗംഭീരമായ മറ്റൊരു ചടങ്ങിൽ വെച്ച് സിയാസ് അവിടെ കൂടിയ ആരാധകരോട് പറഞ്ഞു, നോക്കൂ, എന്നേക്കാൾ പണ്ഡിതനായ മറ്റൊരു വ്യക്തിയെ എനിക്കറിയാം. അത് മറ്റാരുമല്ല, പിറ്റാക്കുസ് ആണ്. ഈ സ്വർണ്ണ തളിക എന്റെ കൈവശം സമ്മാനമായി വെക്കുന്നതല്ല ഉചിതം, മറിച്ച് ഇത് പിറ്റാക്കുസിന് സമ്മാനമായി നൽകണം. കാരണം എന്നേക്കാൾ പണ്ഡിത ശ്രേഷ്ഠൻ അദ്ദേഹമാണെന്ന് പരസ്യമായി അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ സ്വർണ്ണ തളിക പിറ്റാക്കുസിന് നൽകുകയും ചെയ്തു. പിറ്റാക്കുസ് ഈ തളിക വാങ്ങിയിട്ട് അദ്ദേഹം മറ്റൊരു പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് പറഞ്ഞു, എന്നേക്കാൾ പണ്ഡിതനായ മറ്റൊരാൾ ഗ്രീസിലുണ്ട്. ഈ സ്വർണ്ണ തളിക ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. പിറ്റാക്കുസ് പറഞ്ഞു, സോളനാണ് എന്നേക്കാൾ പണ്ഡിതനായ വ്യക്തി. ഇത് ഞാൻ സോളന് സമ്മാനിക്കുന്നു. അങ്ങനെ മറ്റൊരു ചടങ്ങിൽ വെച്ച് ഈ സോളൻ ഈ സ്വർണ്ണ തളികയുമായി വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഗ്രീസിലെ മഹാപണ്ഡിതനായ വ്യക്തി ഞാനല്ല, എന്നേക്കാൾ പണ്ഡിതരായ അനേകം പേർ ഇവിടെയുണ്ട്. ഈ ചടങ്ങിൽ വെച്ച് എന്നേക്കാൾ പണ്ഡിത ശ്രേഷ്ഠനായ ചിലോന് ഞാൻ ഇത് സമ്മാനിക്കുകയാണ്. അങ്ങനെ ചിലോൻ എന്ന് പറയുന്ന പണ്ഡിതന് ഈ സ്വർണ്ണ തളിക സമ്മാനമായി കൊടുക്കുകയാണ്. ചിലോൻ ഇതിന് സമാനമായി മറ്റൊരു ചടങ്ങിൽ വെച്ച് പറഞ്ഞു, എന്നേക്കാൾ പണ്ഡിതനായ മറ്റൊരു വ്യക്തിയെ എനിക്കറിയാം, അത് ക്ലയോബുലൻസ് ആണ്. ക്ലയോബുലൻസിനാണ് ഈ സ്വർണ്ണ തളിക സമ്മാനിക്കേണ്ടത്. അതുകൊണ്ട്
എനിക്ക് തന്ന ഈ സ്വർണ തളിക ക്ലയോബുലൻസിന് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ക്ലയോബുലൻസിന് ഈ സ്വർണ തളിക സമ്മാനമായി ആദരവോടെ നൽകുകയാണ്. ക്ലയോബുലൻസ് ഈ സ്വർണ തളിക വാങ്ങിയിട്ട് മറ്റൊരു ചടങ്ങിൽ വെച്ച് പറഞ്ഞു, നോക്കൂ, എന്നേക്കാൾ പണ്ഡിത ശ്രേഷ്ഠനായ എന്റെ ഒരു സുഹൃത്ത് ഗ്രീസിലുണ്ട്. അത് മറ്റാരുമല്ല, പൊരിയാണ്ടറാണ്. പൊരിയാണ്ടറിന് ഞാൻ ഈ സ്വർണ തളിക സമ്മാനമായി കൊടുക്കുന്നു. അദ്ദേഹമാണ് എന്നേക്കാൾ പണ്ഡിതനായിരിക്കുന്നത്. പൊരിയാണ്ടർ ഈ സ്വർണ തളികയുമായി മറ്റൊരു ചടങ്ങിൽ വെച്ച് പരസ്യമായി പ്രഖ്യാപിച്ചു, ഈ സ്വർണ തളിക എന്റെ കൈവശം ഇരിക്കേണ്ടതല്ല. എന്നേക്കാൾ പണ്ഡിതരായ മഹാന്മാർ ഗ്രീസിലുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠൻ താലസ് തന്നെയാണ്. അതുകൊണ്ട് ഈ സ്വർണ തളിക ഞാൻ താലസിന് സമ്മാനിക്കുകയാണ്. സ്നേഹമുള്ളവരെ, മുക്കുവന്മാർ താലസിന് സമ്മാനിച്ച സ്വർണ തളിക മറ്റ് 6 പണ്ഡിതന്മാരുടെ കൈകളിലൂടെ കടന്ന് അവസാനം താലസിലേക്ക് തന്നെ കടന്നു വരികയാണ്. മറ്റ് 6 പേരും ചേർന്ന് ഗ്രീസിലെ ഏറ്റവും മഹാനായ പണ്ഡിതൻ താലസ് തന്നെയാണ് എന്ന് സമർത്ഥിച്ച് കരഘോഷം മുഴക്കി താലസിന് എല്ലാവരും ചേർന്ന് ഈ സ്വർണ തളിക സമ്മാനമായി കൊടുത്തു. ഇത് ഗ്രീസിൽ ഉണ്ടായ ഒരു സംഭവമാണെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. സ്നേഹമുള്ളവരെ, തന്നേക്കാൾ പണ്ഡിതനായി, തന്നേക്കാൾ ആദരിക്കപ്പെടേണ്ട വ്യക്തിയായി മറ്റൊരുത്തിനെ അംഗീകരിച്ചപ്പോഴാണ് ഇത്രമാത്രം ആദരവും അംഗീകാരവും ഈ 7 പണ്ഡിതന്മാർക്ക് ലഭിച്ചത്. എന്നാൽ അവരിൽ തലമൂത്ത താലസിന് തന്നെ അവസാനം ഈ ആദരവ് സമർപ്പിക്കപ്പെടുകയാണ്. അതിന്റെ കാരണം താലസിന്റെ മനസ്സിന്റെ വിശാലത, മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനായി കാണാനുള്ള ഹൃദയത്തിന്റെ വിശാലതയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. താലസ് ഒരിക്കലും ആ സമ്മാനം തന്റെ കയ്യിൽ വെച്ചില്ല. ഈ സംഭവ പരമ്പരയുടെ ഒടുവിൽ ഗ്രീസിലെ അപ്പോളോ ദേവന്റെ സന്നിധിയിൽ താലസ് ഈ സ്വർണ തളിക സമർപ്പിക്കുകയാണ്. ദൈവികമായി എനിക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിനുള്ളതാണെന്ന് പ്രഖ്യാപിച്ച് താലസ് ഈ സ്വർണ തളിക അപ്പോളോ ദേവന്റെ സന്നിധിയിൽ സമർപ്പിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്തുമായിക്കൊള്ളട്ടെ, അതിനെ ദൈവത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ വലിമയും നമ്മുടെ മഹിമയും അർത്ഥപൂർണമായിട്ട് തീരുക. അർഹിക്കാത്തത് ആഗ്രഹിക്കുകയും ആഗ്രഹിക്കുന്നത് തട്ടിയെടുക്കുകയും ചെയ്യുന്ന ആധുനിക ജീവിത സാഹചര്യങ്ങളിൽ ഈ താലസ് തന്നോട് ചേർന്ന് 6 പണ്ഡിതന്മാർ നമ്മുടെ മുന്നിൽ കാട്ടിത്തരുന്ന വിനയത്തിന്റെ മാതൃക നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടതാണ്. ഈ തരുണത്തിൽ ലോകത്തിന്റെ ഗുരുവായ കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തു പറഞ്ഞ വാക്യങ്ങൾ നമുക്ക് ഓർക്കാം. ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, അനേകർക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാനും അവർക്ക് ജീവനെ നൽകുവാനുമായിട്ടത്രേ ഞാൻ വന്നിരിക്കുന്നത്. നോട്ട് ടു ബി സെർവ്ഡ് ബട്ട് ടു സെർവ്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ, മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ നമ്മുടെ ക്രിസ്തീയ ബോധം, നമ്മുടെ മനുഷ്യത്വം, നമ്മുടെ ജീവിതത്തിന്റെ ആദർശങ്ങൾ നമ്മെ പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മിലുള്ള ആത്മവിശ്വാസം നിലനിൽക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരായി കാണാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഭൂമിയിൽ അർത്ഥപൂർണമായിട്ട് മാറുക. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സ്നേഹവും ആദരവും നിറഞ്ഞ ഒരു അനുഗ്രഹീത ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.
ദൂരെ